ആർക്കെങ്കിലും തിരിച്ചു കിട്ടുമോ? അസാധ്യം എന്ന് തന്നെയായിരിക്കും ഉത്തരം. എന്നാൽ അപൂർവം ചില അവസരങ്ങളിൽ ജീവിതത്തിന് വളരെ ആശ്വാസം നൽകിക്കൊണ്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില ചികിത്സാ രീതികൾ നഷ്ടപ്പെട്ടു പോയ ആ ജീവിതത്തെ നമുക്ക് തിരിച്ചു നൽകാറുണ്ട്. അത്തരം ചികിത്സാ രീതികളെക്കുറിച്ചാണ് ദി ആർട്ട് ഓഫ് ഇന്നവേറ്റീവ് ട്രീറ്റ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ്, ദി ആർട്ട് ഓഫ് ഇന്നവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്, അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചികിത്സാ രീതികൾ. എല്ലാവർക്കും സ്വാഗതം. വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് ഉമിനീർ ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന കല്ലുകൾ. ഉമിനീർ ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന കല്ലുകൾ കവിളിന് ഇരുവശത്തുമുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നു. പലപ്പോഴും ഇതിന്റെ ചികിത്സ മുൻപൊക്കെ വളരെ അവ്യക്തത നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും. മനുഷ്യ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയിലെ അത്ഭുത ഗ്രന്ഥികളാണ് വായയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉമിനീർ ഗ്രന്ഥികൾ അഥവാ സലൈവറി ഗ്ലാൻഡ്സ്. ഇവയുടെ അതിസൂക്ഷ്മമായ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കല്ലുകൾ രൂപാന്തരപ്പെട്ട് ഉമിനീരിന്റെ ഒഴുക്കിനെ ബാധിച്ച് വായ്ക്കുള്ളിൽ പഴുപ്പും നീരും ഉണ്ടാക്കുന്ന രോഗാവസ്ഥ. ഇന്ന് ലോകത്ത് വായ്ക്കകത്തും പുറത്തും നീരും പഴുപ്പും ബാധിച്ച് ഇഷ്ടവിഭവങ്ങൾ കഴിക്കാനോ വാ തുറന്ന് ഒന്ന് സംസാരിക്കാനോ സാധിക്കാതെ വിഷമിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ അടക്കമുള്ളവരുടെ ഒരു നീണ്ട നിരയാണ്. എന്നാൽ ഇന്ന് ഉമിനീർ ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന കല്ലുകൾക്ക് ചികിത്സ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് ഈ ചെവി മൂക്കുത്തൊണ്ട ചികിത്സാ രീതിയിൽ ഏറ്റവും പുതിയ ചികിത്സാ രീതിയാണ് ഈ സൈലൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. സൈലൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ ഉമിനീർ ഗ്രന്ഥികളുടെ ഉള്ളിലേക്ക് ചെറിയ എൻഡോസ്കോപ്പ് എന്ന ഉപകരണം കടത്തിവിട്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് സൈലൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. പുതിയ പുതിയ ചികിത്സാ രീതികൾ പ്രയോഗിക്കാൻ പ്രത്യേകിച്ച് ചികിത്സകന് അപാരമായ കഴിവും ആത്മവിശ്വാസവും ആവശ്യമാണ്. സൈലൻഡോസ്കോപ്പി കൊണ്ട് നമ്മൾ ചികിത്സിക്കുന്ന സൂക്കേടുകൾ, ഉമിനീർ ഗ്രന്ഥിയുടെ ബ്ലോക്ക്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കഫത്തിൻ്റെ കല്ലിപ്പ്, അല്ലെങ്കിൽ കല്ലുകൾ, അല്ലെങ്കിൽ ആ ഗ്രന്ഥി ചുരുങ്ങിപ്പോകുന്നത്. ഉമിനീർ ഗ്രന്ഥികൾക്ക് കല്ലുകൾ വരുന്നത് സർവ്വസാധാരണമാണ്. കേരളത്തിന്റെ അന്തർദേശീയ പ്രതിഭയും പ്രശസ്ത ENT വിദഗ്ധനുമായ ഡോക്ടർ MP മനോജാണ് ഉമിനീർ ഗ്രന്ഥികളിലെ കല്ലുകൾക്കുള്ള ഈ പുതിയ ചികിത്സാ രീതി പ്രയോഗിക്കുന്നത്.